എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല ഇന്നൊരു പുതിയ ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ടാരോ റീഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 16-ാം നൂറ്റാണ്ടിൽ വിദേശത്ത് ഫ്രാൻസ്, യൂറോപ്പ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ അന്ന് അവിടെയുള്ള മനുഷ്യര് അവരുടെ പ്രവചനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഈ കാർഡുകൾ ഉപയോഗിച്ചിരുന്നത്. ഇത് 78 കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കാർഡുകളിലെ ഓരോ കാർഡിലും ഓരോ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളെ പറ്റിയും ചിത്രങ്ങളുടെ രീതിയും എല്ലാം വെച്ചിട്ടാണ് അതിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ നടത്തുന്നത്. ഓരോ കാർഡ് ഒരാൾക്ക് വേണ്ടി ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് പരിശോധിച്ച് ആ കാർഡിലെ ചിത്രങ്ങളും അതിന്റെ രൂപങ്ങളും എല്ലാം നോക്കി അത് വെച്ചിട്ടാണ് പ്രവചനങ്ങൾ നടത്തുന്നത്. ഇതൊരു ദൈവീയ ശാസ്ത്രം കൂടിയാണ്. അത് ദൈവമായി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് പ്രത്യേകിച്ച് ജാതകമോ ജനനതീയതിയോ സമയമോ ഒന്നും ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഒരു കാർഡ് എടുത്തുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഈ കാർഡിലൂടെ നമുക്ക് ഫലങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇത് നമ്മൾ 4 മാസത്തെ ക്ലാസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പകലാണ് ക്ലാസ് തുടങ്ങുന്നത്. 11:45 ക്ലാസിന്റെ സമയം. അങ്ങനെ 4 മാസത്തിൽ 4 ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ക്ലാസ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഗുരുനാഥയായ ശ്രീമതി അപർണ സുരേഷ് മാഡം നിങ്ങളോട് സംസാരിക്കും. ഈ ഗുരുനാഥ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് ഉള്ള വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അവിടെയാണ് ജനിച്ചത്. എങ്കിലും മലയാളമൊക്കെ നന്നായി അറിയാം. മലയാളത്തിൽ അവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. ഇവിടെ നമ്മള് ചില കോഴ്സുകളിലൊക്കെ ഇവിടെ നേരത്തെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ ഞാൻ മാഡത്തിന് ഈ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ എന്റെ വിവരങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിലേക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്തേ, ഹരേ കൃഷ്ണ. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല ട്രിവാൻഡ്രം ആരംഭിക്കുന്ന ടാരോ ക്ലാസ്സസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ സുരേഷ്, ടാരോ കാർഡ് റീഡറാണ്. ആൻഡ് ഐ എം സ്റ്റേയിങ് ഇൻ ഗുജറാത്ത്. ഞാൻ ഈ ടാരോ കാർഡ് ഒരു 3 to 4 years വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓൺലൈനും കൺസൾട്ടൻസി അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്പീരിയൻസിങ് ഓൾസോ. ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ ടാറോ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇതിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കാം ടാറോ എന്താണ്, ടാറോന്റെ യൂസ് എന്താണ്, പിന്നെ ടാറോ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ടാറോ മീൻസ് നമ്മളുടെ ഒരു രീതിയിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എല്ലാവരും ആ ടാറോ റൈഡർ ആയതുകൊണ്ടാണ് എല്ലാവരും ടാറോ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ടാറോ എന്താണ്? ടാറോ 78 കാർഡ്സ് ആണ്, റൈഡർ വെയ്റ്റിന്റെ കാർഡ്സ് ആണ്. പിന്നെ നമ്മൾ ടാറോ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് കൺഫ്യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോയ്സ് ഇല്ലാതെ ആകുമ്പോൾ നമുക്കൊരു വഴി കാട്ടി, അതാണ് നമ്മുടെ ടാറോ. പിന്നെ നമ്മളുടെ കരിയർ ബേസ്ഡ് ആയാലും മാരേജിന്റെ കമ്പാബിലിറ്റി ആയാലും ഏതൊരു കാര്യത്തിനും നമ്മളുടെ ഡെയിലി പ്രഡിക്ഷൻസ് വളരെ ലളിതമായിട്ട് നമുക്ക് ടാറോ പഠിപ്പിച്ചു തരും, കാണിച്ചു തരും. നമ്മളിപ്പോൾ ടാറോ കാർഡ് മീൻസ് റൈഡർ വെയ്റ്റ് ടാറോ കാർഡാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഈ പിക്ചേഴ്സ്, നമ്മൾ ഈ ഒരേ കാണുന്ന പിക്ചേഴ്സിനെ ഇപ്പം നമ്മുടെ ഈ കാർഡിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ പറയുന്നത്. ഇതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈഡർ വെയ്റ്റിന് മേജർ ആർക്കാനയും സെക്കൻഡ് ഈസ് മൈനർ ആർക്കാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മൈനർ ആർക്കാനയിലും വാൺസ്, കപ്സ്, സ്വാർഡ്സ്, പെൻറ്റക്കസ് ഇങ്ങനെ പറഞ്ഞ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അതിനകത്തും നമുക്ക് പ്രഡിക്ഷൻ പറയാം. ഈ മേജർ ആർക്കാന മീൻസ് മേജർ ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സ്, ചൈൽഡ് ബർത്ത്, കരിയർ, മണി, ഇതൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് നമുക്ക് മേജർ ആയിട്ടുള്ള സീക്രട്സ്. ആർക്കാന മീൻസ് സീക്രട്സ്. അതേപോലെ മൈനർ ആർക്കാന മീൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പ്രഡിക്ഷൻസ്. ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ പിക്ചേഴ്സ് ത്രൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് തോന്നും ഇതൊക്കെ ജസ്റ്റ് ഒരു പിക്ചേഴ്സ് ആണെന്ന്. പക്ഷെ അതല്ല. ഇത് ടാരോ കാർഡ് മീൻസ് ആസ്ട്രോളജി ബേസ്ഡും ആണ്, ന്യൂമറോളജി ബേസ്ഡ് ആണ്. 9 പ്ലാനറ്റ്സ് ഉണ്ട്, 9 ഗ്രഹങ്ങളുണ്ട്, പിന്നെ 12 രാശികൾ, ഇതെല്ലാം ഈ കാർഡിനകത്തുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഒരാളിനെ പറ്റി ഒരു കാർഡ് എടുത്താൽ തന്നെ നമുക്ക് ആ വ്യക്തിയെ പറ്റി എല്ലാ വിവരങ്ങളും നമുക്ക് പറയാൻ പറ്റും. വളരെ ലളിതമായിട്ടും നമുക്ക് തനിയെ ഒരു പ്രഡിക്ഷൻ കിട്ടും, നമുക്കൊരു ഗൈഡൻസ് കിട്ടും. നമ്മളൊരു പിക്ചർ, ഒരു കഥ പറഞ്ഞു പോണത് പോലെ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് പറയാനും പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരാൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഒളിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു കാർഡ് എടുത്താൽ മതി, ആ കാർഡ് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു തരും. അതേപോലെ ഈ കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് മാരേജ് മാച്ച് കമ്പാബിലിറ്റി ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പൊ രണ്ട് പ്രപ്പോസൽ വരെയാണ്. ഇപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ ഇതിൽ പോണോ അതിൽ പോണോ. അപ്പൊ നമ്മൾ 2 കാർഡ് എടുക്കുമ്പോൾ ആ കാർഡ് തന്നെ പറഞ്ഞു തരും ഏതാണ് ശരി. അതേപോലെ കരിയറിന് വേണ്ടിയിട്ട്, ഇപ്പൊ കരിയറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ 12th കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അടുത്ത കരിയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പോകുമ്പോൾ നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, നമ്മൾ ഏത് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതാണ് ശരി എന്നും പറഞ്ഞ് നമ്മൾ കാർഡിനോട് പറഞ്ഞ് ഒരു കാർഡ് എടുക്കുമ്പോൾ ആ കാർഡ് നമുക്ക് കറക്റ്റായിട്ട് ഒരു പാത്ത് നമ്മളുടെ ശരിയാക്കി തരും. ഇതെടുത്താൽ ഇതാണ്. അതിന്റെ പിക്ചേഴ്സിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഡീപ്പായിട്ട് ശ്രദ്ധിച്ച് ഒരേ കാർഡിനെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് റൈഡർ വെയ്റ്റ് കാർഡ്. ഇപ്പൊ ഇതിന്റെ 78 കാർഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ഈ 78 കാർഡ്സിനകത്താണ് എല്ലാ പ്രഡിക്ഷൻസും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓരോന്ന് നല്ലോണം ഷഫിൾ ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ അറേഞ്ച്മെന്റ്സ് ചെയ്തു. ഞാൻ ടേബിൾ അറേഞ്ച്മെന്റ്സ് കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാർഡ് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ബേസിസ് നമ്മൾ യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വ്യക്തിക്ക് വേണ്ടി ഒരു കാർഡ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രഡിക്ഷൻസ് പറയുന്നത്. ഇതാണ് ഈ കാർഡിന്റെ പ്രത്യേകത. ഈ ടാരോ കാർഡ് നമ്മളുടെ ഒരു കൗൺസിലിംഗ് പോലെ നമ്മളുടെ കൂടെ നിൽക്കും. അതാണ് ഈ ടാരോ കാർഡ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെ തന്നെ ഇത് ന്യൂമറോളജി, ഫേസ് റീഡിങ്, ജ്യോതിഷം, സൈക്കോളജി എന്നിവ എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ് നമ്മളുടെ ടാരോ കാർഡ് എന്ന് പറയുന്നത്. ടാരോ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് സയൻസ് ആണ്. കാര്യം കാർട്ടോമെൻസി എന്നുള്ള മറ്റേ കാർഡും നമ്മൾ ചീട്ടൊക്കെ കളിക്കൂലേ, അപ്പൊ അതേപോലത്തെ ഒരു കാർഡാണ്. അപ്പൊ മാൻസിന്ന് പ്രവചനം, അങ്ങനെ ആ കാർട്ടോമെൻസി എന്നുള്ള ഒരു കാർഡാണ്. അതിനെയാണ് കാർട്ടോമെൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ നമ്മളൊരു കാർട്ടോമെൻഷ്യറായിട്ട് മാറും. ആ കാർഡ് ആ സിമ്പിളായിട്ട് നമ്മൾ കളിക്കുന്ന കാർഡിനകത്ത് വരെ നമുക്കിത് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമ്മുടെ പിക്ചേഴ്സും ഉണ്ട്, അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്.
കാർഡുകൾ എന്ന് വെച്ചാൽ വഴികാട്ടികളും അല്ലെങ്കിൽ ഫോർച്യൂൺ ഗൈഡൻസ് ആണ് തരുന്നത്. നമ്മളുടെ എല്ലാ ഗൈഡൻസും മീൻസ് ഈ കാർഡ് എന്ന് പറഞ്ഞ എന്താണ്, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം നടക്കുന്നില്ല, അപ്പം ആ കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ല, അപ്പം അങ്ങനെ വെച്ച് വരുമ്പോൾ നമ്മളൊരു കാർഡ് എടുക്കും. എന്ത് കാരണം കൊണ്ടാണ് നമ്മളത് നടക്കാത്ത കാരണം എന്താണ്. അപ്പം അത് നമ്മളെ പാസ്റ്റ്, നമ്മളെ പ്രസന്റ്, നമ്മളെ ഫ്യൂച്ചർ, നമ്മളെ ഗൈഡൻസ്, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ ഒറ്റ സുഹൃത്ത്. നമുക്ക് എപ്പോഴെപ്പോഴും ചെന്ന് എല്ലായിടത്തും ചെന്ന് ചോദിക്കാൻ പറ്റൂല. പക്ഷെ നമുക്കൊരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എല്ലാ കാര്യവും അറിയാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് നമ്മളൊരു സ്ഥലത്ത് പോകണം, പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഭാഗത്ത് പോകണോ വേണ്ടേ. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയും നമ്മൾ കാർഡിനെ ഷഫിൾ ചെയ്തിട്ട് ആ ഒരു യെസ് കാർഡ് നോ കാർഡ് ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ എടുക്കും, നമ്മൾ ആ കാര്യം ചെയ്യണോ വേണ്ടേ, അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മൾ ഈ കാർഡ് ത്രൂ ആണ്. അപ്പൊ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഈ കാർഡും കൊണ്ട് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ അത് നമ്മളൊരു ഫ്രണ്ടാണ്. നമുക്ക് എപ്പോൾ വിചാരിച്ചാലും നമ്മൾ അതിന്റെ രീതിയിൽ ഇരുന്ന് നമുക്ക് കാർഡ് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളെ വഴികാട്ടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും സ്വന്തമായിട്ട് കാർഡ് പഠിച്ച് ഒരു വഴികാട്ടിയെ പോലെ അതിനെ കൂടെ കൊണ്ട് നടക്കാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ആസ്ട്രോളജി വരെ നമുക്ക് നോക്കാൻ പറ്റും. ആസ്ട്രോളജിയുടെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്, ന്യൂമറോളജിയുടെ എല്ലാ സംഭവവും ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മളുടെ ഓരോ കാർഡിനകത്ത് ഓരോ പ്ലാനറ്റ്സ് ഉണ്ട്. ആ പ്ലാനറ്റ്സ് നമ്മുടെ 7 ചക്രാസ്, നമ്മുടെ വീടിന്റെ വാസ്തു, ഇതെല്ലാം ഇപ്പൊ നമ്മളൊരു വീട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ വീട് എടുക്കാൻ പോകുമ്പോൾ ആ ഭൂമി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആ ഭൂമി എനിക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ, ഇതൊക്കെ നമുക്ക് കാർഡിന്റെ ത്രൂ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് കിട്ടും. അതാണ് നമുക്ക് കാർഡ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ വളരെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. 78 കാർഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ 78 കാർഡിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഈ ഓരോ കാർഡ് വെച്ച് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും, എന്തൊക്കെ അതിനകത്തുണ്ട്, ഏതൊക്കെ പ്ലാനറ്റ്സ് ആണുള്ളത്, ആ പ്ലാനറ്റ്സ് നമ്മളുടെ കൂടെ എങ്ങനെയാണ് യോജിച്ച് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. 78 കാർഡ്സ് ആണെങ്കിൽ ഒരു ജേർണിയാണ്, ലൈഫിന്റെ ജേർണിയാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് അങ്ങ് മരണം വരെയുള്ള ലൈഫിന്റെ സ്മോൾ ജേർണി അല്ലെങ്കിൽ ബിഗ് ജേർണി, അങ്ങനത്തെ ഒരു ജേർണിയാണ് നമ്മളിത് ഇതിൽ കൂടെ ത്രൂ പോണത്. അപ്പൊ ഈ ക്ലാസ് ഒരു പ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി നോക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് പറയും എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമസ്തേ.